വെൽക്കം ടു മൈ ചാനൽ ദിശ മലയാളി യൂട്യൂബർ. അപ്പോൾ ഇന്ന് നമ്മുടെ വെഡിങ് സീരീസിന്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്ക് ആണ്. അപ്പോൾ വെഡിങ് ആയിക്കോട്ടെ, ഏത് പാർട്ടി ഫംഗ്ഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന നല്ലൊരു മേക്കപ്പ് ലുക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ആൻഡ് ഇതിനകത്ത് കുറച്ച് നല്ല മേക്കപ്പ് പ്രോഡക്ട്സ്, ബിഗിനേഴ്സിന് പറ്റിയ കുറച്ച് നല്ല മേക്കപ്പ് പ്രോഡക്ട്സ് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കൊച്ചു ബെലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതുതായി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പം നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഞാനെൻ്റെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്രോ നാച്ചുറൽസിൻ്റെ റോസ് വാട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ എൻ്റെ ഫേസിലും നെക്കിലും സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഇപ്പം ഞാനിവിടെ ആംവേ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഡേ ക്രീമാണ് മോയ്സ്ചറൈസറായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. അതുപോലെ തന്നെ ഇതിൽ SPF 15 ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സൺ പ്രൊട്ടക്ഷൻ ക്രീം കൂടിയാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഫേസിലും നെക്കിലും ഇങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അത് സെപ്പറേറ്റ് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. നല്ലൊരു ബ്രാൻഡാണ്, ഇതൊരു അമേരിക്കൻ ബ്രാൻഡാണ്. അപ്പോൾ നല്ലൊരു കിടിലം ബ്രാൻഡാണ്. അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് ഒരു 2 to 3 minutes വെയിറ്റ് ചെയ്യുക. ഇനി ഫേസിൽ ചെറിയ കറുത്ത പാടുകളോ ഡാർക്ക് സർക്കിളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കൺസീലറാണ് എടുക്കുന്നത്. ഇത് LA ഗേളിൻ്റെ LA ഗേൾ HD പ്രോ കൺസീലറാണ്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് മീഡിയം ബീജാണ്. അപ്പോൾ ഇത് കണ്ണിന് അടിയിലും ചെറിയ കറുത്ത പാടുള്ളിടത്തും ഞാനിത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിതൊരു ബ്രഷ് വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കൈ വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു കൺസീലറാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി അത് ഒരുപാടൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഇനി ഫൗണ്ടേഷൻ ഇടുന്നുണ്ട്, അത് കാരണം ജസ്റ്റ് ആ ഡാർക്ക് മാർക്സ് ഉള്ളിടത്ത് മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. ഇനി അടുത്തത് ഒരു ഫൗണ്ടേഷനാണ്. ഇത് മെബ്ലിൻ ന്യൂയോർക്ക് ഫിറ്റ് മീ മാറ്റ് പോർലെസ് ലിക്വിഡ് ഫൗണ്ടേഷനാണ്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 332 ഗോൾഡൻ കാരമലാണ്. അപ്പോൾ ഇത് നല്ലൊരു ഫൗണ്ടേഷനാണ്. അപ്പോൾ ഒരു മീഡിയം സ്കിൻ ടോൺ ഉള്ള ആൾക്കാർക്കൊക്കെ ചേരുന്ന ഒരു ഷെയ്ഡാണിത് കേട്ടോ. അപ്പോൾ എനിക്കിത് കറക്റ്റ് ഷെയ്ഡാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഫേസിലും നെക്കിലും ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫൗണ്ടേഷൻ എടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം എടുക്കുക. ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരുപാട് പുട്ടി അടിച്ച പോലെ ഇരിക്കും. അത് കാരണം വളരെ കുറച്ച് മാത്രം എടുക്കുക പ്രോഡക്റ്റ്. എന്നിട്ട് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഓക്സിഡൈസ് ആയി നമ്മുടെ സ്കിന്നിൻ്റെ കളറുമായിട്ട് ഇതങ്ങ് ചേർന്നോളും. അപ്പോൾ ആദ്യം ഇടുമ്പോൾ ഒരു എന്തോ മുഖത്തിങ്ങനെ ഇട്ട ഒരു ഫീൽ തോന്നും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നുമായിട്ട് അത് ചേർന്നോളും. പിന്നെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഫേസിലും നെക്കിലും ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇല്ലെങ്കിൽ ഫേസിലൊരു കളറ്, നെക്ക് വേറൊരു കളറ്, അങ്ങനെ ആയിപ്പോവും. അത് കാരണം നെക്ക് വിട്ടുപോകരുത്. ഇനി അടുത്തതായിട്ട് ഞാൻ എൻ്റെ ലിപ്പ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിവ്യയുടെ ലിപ് ബാമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ജസ്റ്റ് ലിപ്പ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുകയാണ്. അടുത്തതായിട്ട് ഒരു സെറ്റിംഗ് പൗഡറാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ മെബ്ലിൻ ന്യൂയോർക്ക് ഫിറ്റ് മീ മാറ്റ് പോർലെസ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 330 ടോഫിയാണ്. പക്ഷേ ഈ ഒരു ഷെയ്ഡ് എനിക്ക് കുറച്ച് ഒരു പൊടിക്ക് ഡാർക്കറാണ്. അപ്പോൾ എനിക്കൊന്ന് ഒരു ഇരുനിറത്തിൽ നിന്നും 1-2 ഷെയ്ഡ് കൂടെ താഴെയുള്ളവർക്ക് ഈ ഒരു ഷെയ്ഡ് നല്ല മാച്ചായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് എനിക്ക് കുറച്ച് ഡാർക്കർ ആയതുകൊണ്ട് തന്നെ ഞാനിത് ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ടച്ചപ്പ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ നല്ല കോമ്പാക്ട് പൗഡറാണ്. അടുത്തതായിട്ട് ഞാനിവിടെ സിവാന കളേഴ്സിൻ്റെ ഒരു ബ്ലഷർ ഹൈലൈറ്റർ കോണ്ടൂർ പാലറ്റാണ് എടുത്തിരിക്കുന്നത്. നല്ലൊരു പാലറ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഹൈലൈറ്റർ ഉണ്ട്, ബ്ലഷ് ഉണ്ട്, കോണ്ടൂർ ഉണ്ട്. അപ്പോൾ ഇതിൽ ആ സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കണ്ട ആ ഒരു ബ്ലഷ്, ആ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ ക്രീസിലും ഐലിഡ്സിലും എല്ലാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു നാച്ചുറൽ ഒരു ഷെയ്ഡാണ്. നമ്മളത് ഇട്ടെന്ന് അറിയില്ല, അതുപോലത്തെ ഒരു ഷെയ്ഡാണ്. ഇതിൽ ഷിമ്മറൊന്നുമില്ല, ഇത് മാറ്റാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡ് മാറ്റാണ്.
അടുത്തതായിട്ട് ഗ്ലാം 21ൻ്റെ ഗ്ലാം 21 51 കളർ ഐ ഷാഡോ പാലറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 51 ഷെയ്ഡ്സ് ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതിൽ നിന്നും ഞാൻ എൻ്റെ സാരിക്ക് മാച്ചാവുന്ന ഒരു കളർ, ഒരു ഗോൾഡൻ ക്രീം കളർ കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഞാൻ എൻ്റെ ഐലിഡ്സിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം തന്നെ ഷിമ്മർ ഷെയ്ഡ്സ് ആണ് കേട്ടോ, നല്ല പിഗ്മെൻറ്റഡ് ആണ്, എല്ലാം ഷിമ്മറി ഷെയ്ഡ്സ് ആണ്. അപ്പോൾ ഇത് ഐലിഡ്സിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഫിംഗർ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, പക്ഷേ ഞാനിവിടെ ഒരു ബ്രഷാണ് എടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നല്ലൊരു ഗോൾഡൻ എന്താ പറയുക, നല്ലൊരു ഗോൾഡൻ കളറാണ്. ഇനി ഞാനിവിടെ മ്യൂസിക് ഫ്ലവർ ലോങ് ലാസ്റ്റിംഗ് ജെൽ ലൈനർ എടുത്തിട്ട് കണ്ണിന് മീതി ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ 2 കളറുണ്ട്, ബ്ലാക്കും ഉണ്ട് ബ്രൗണും ഉണ്ട്. ഇതിൽ ബ്ലാക്ക് ജെൽ ഐലൈനറാണ് എടുക്കുന്നത്. അപ്പോൾ ഇതെടുത്തിട്ട് ജസ്റ്റ് കണ്ണിന് മീതി ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഒരു ചെറിയ ബ്രഷ് ഉണ്ട്. അപ്പോൾ ഈ ബ്രഷ് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഒരുപാട് പെർഫെക്റ്റ് ആയിട്ടൊന്നും വരയ്ക്കുന്നില്ല, കാരണം ഇത് ഞാനൊരു സ്മഡ്ജ് പോലെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഞാൻ എഴുതുന്ന ഐലൈനർ സ്മഡ്ജ് ചെയ്യുന്നില്ല, പകരം ഒരു ഐ ഷാഡോ പാലറ്റിൽ നിന്നും ഒരു ഡാർക്കർ ഷെയ്ഡ് എടുത്തിട്ട് ഇതിന് മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് പോലെ ചെയ്യുകയാണ്. അപ്പോൾ ആ കണ്ണിന് നമ്മൾ ആ ഐലൈനർ വരച്ച ഭാഗത്ത് നല്ല ഡാർക്കായിട്ടും ഇരിക്കും, അതിനപ്പുറത്തോട്ട് സ്മഡ്ജ് ചെയ്ത പോലെ ഇരിക്കും. അപ്പം ഞാൻ കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ജെൽ ഐലൈനറാണ്, ഒട്ടും തന്നെ സ്മഡ്ജ് ആവില്ല, വാട്ടർ പ്രൂഫാണ്. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു ബ്രൗൺ കളർ ഐലൈനർ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഐബ്രോസ് ഒക്കെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കാം. അപ്പോൾ നല്ലൊരു ജെൽ ഐലൈനറാണ്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ടൈഡ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ആക്ച്വലി ഇത് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യമാണ്, ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ ടൈഡ് ലൈൻ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിന് കുറച്ചുകൂടി ഒരു വലിപ്പം തോന്നിക്കും. അപ്പോൾ ടൈഡ് ലൈൻ ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഞാൻ കോണ്ടൂറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സെയിം സിവാനയുടെ ആ പാലറ്റിൽ നിന്നും ആ കോണ്ടൂറിൻ്റെ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് നോസിൻ്റെ അവിടെയും പിന്നെ എൻ്റെ കവിളിൻ്റെ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. നമുക്ക് എവിടെയൊക്കെയാണോ കുറച്ച് വലിപ്പം, മുഖത്തിന് വലിപ്പം ഉള്ളത് ആ ഭാഗത്തേക്കൊന്ന് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, കോണ്ടൂർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുഖത്തിന് കുറച്ചുകൂടെ വലിപ്പം കുറവ് തോന്നിക്കും. പക്ഷേ ഈ ഒരു ഷെയ്ഡ് എനിക്ക് കുറച്ച് ലൈറ്ററാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒരു വലിയ ബ്രഷ് എടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടത് കോണ്ടൂർ ചെയ്ത് കൊടുക്കുകയാണ്. പൊതുവേ ഞാനങ്ങനെ കോണ്ടൂർ ചെയ്യാറില്ല, എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ല കോണ്ടൂർ ചെയ്യുന്നത്. അപ്പോൾ വലിയ നെറ്റിയൊക്കെ ഉള്ളവർക്ക് ആ നെറ്റിയുടെ ഭാഗത്തും ഒക്കെ കോണ്ടൂർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ചെറുതായിട്ട് തോന്നിക്കും. ഇനി അടുത്തതായിട്ട് സെയിം സിവാനയുടെ പാലറ്റിൽ നിന്നും ഈ ഒരു ബ്ലഷ് ഉണ്ടോ, ഈ ഷെയ്ഡിലുള്ള ഈ ബ്ലഷ് എടുത്തിട്ട് ഞാൻ എൻ്റെ ചീക്സിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ലൊരു ഷെയ്ഡാണ്, നല്ല നാച്ചുറലായിട്ടുള്ളൊരു ഷെയ്ഡാണ്. കണ്ട ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് വെറുതെ ഒരു മോയ്സ്ചറൈസറും ഒരു കോമ്പാക്ട് പൗഡർ ഇട്ട് കഴിഞ്ഞിട്ട് ഈ ഒരു ബ്ലഷ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ലൊരു ഹെൽത്തി ഗ്ലോയിങ് സ്കിന്നായിട്ട് തോന്നിക്കും. നല്ലൊരു ഷെയ്ഡാണ്. അപ്പോൾ ഇത് ചീക്സിലും അതുപോലെ തന്നെ നോസിൻ്റെ ഭാഗത്തും നമുക്ക് ഗ്ലോ കുറച്ച് ഹൈലൈറ്റ് ചെയ്യേണ്ട ഏരിയയിലെല്ലാം ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഫേസിൽ പിന്നെ വേറെ ഹൈലൈറ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഇത് മാത്രം ചെയ്യുന്നുള്ളൂ. ഇനി ഞാൻ സെയിം ഈ സിവാനയുടെ പാലറ്റിൽ നിന്നും ഈ ഒരു ഹൈലൈറ്റർ എടുത്തിട്ട് ബ്രോ ബോണിൽ അവിടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെയും ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
നല്ലൊരു പാലറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ അത് ഓൺലൈനിൽ മേടിക്കാം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പാലറ്റാണ് കേട്ടോ. ഇനി അടുത്തതായിട്ടൊരു മസ്കാരയാണ്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മേബ്ലിൻ ന്യൂയോർക്ക് ഹൈപ്പർ കേൾ മസ്കാര വാട്ടർ പ്രൂഫ്. ഇത് ബ്ലാക്ക് കളറിലുള്ളതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ ഐ ലാഷസൊക്കെ ഒന്ന് കേൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു മസ്കാരയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നമുക്ക് നല്ല വോളിയം തോന്നിക്കും ഐ ലാഷസിനൊക്കെ. അപ്പോൾ മുകളിലും താഴെയും ഞാനത് കേൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ കണ്ണിന് താഴെയായിട്ട് വാട്ടർ ലൈനിലും അതിന് പുറത്തും ഒരു എന്താ പറയുക, ലാക്മേയുടെ ഐക്കോണിക് കാജലാണിത്. ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ വിട്ടുപോയിട്ടാ. അപ്പോൾ ഇത് ആ വാട്ടർ ലൈനിലും പുറത്തും നന്നായിട്ട് എഴുതുന്നുണ്ട്. കണ്ണ് നല്ല ഡാർക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നല്ലൊരു ഡാർക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നന്നായിട്ട് എഴുതുന്നുണ്ട്. ഇനി ഞാനിവിടെ മേബിലിൻ ന്യൂയോർക്ക് ദ ന്യൂഡ് ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ട് അതിൽ ഈ ഒരു ഡാർക്കർ ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിന് താഴെയായിട്ട് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ട് ഇങ്ങനെ ഒരു സ്മഡ്ജ് പോലെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ കണ്ണിന് മീതെയായിട്ട് എഴുതിയില്ലേ, അതിന് തൊട്ട് മുകളിലും ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സ്മഡ്ജ് ചെയ്ത പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഐലൈനർ സ്മഡ്ജ് ചെയ്യേണ്ട. ഈ ഐലൈനർ ഇട്ടതിൻ്റെ തൊട്ട് മേലെയായിട്ട് ഈ ഒരു ഡാർക്കർ ഷെയ്ഡ് വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഫുള്ളായിട്ട് എന്താ പറയുക, ഐലൈനർ സ്മഡ്ജ് ചെയ്യില്ലേ, അതുപോലെ തന്നെ ഉണ്ടാവും. ഇനി ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്യാണ്. ഒരുപാടൊന്നുമില്ല, എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഐബ്രോസ് ഉണ്ട്. എന്നാലും ഇങ്ങനെ എന്താ പറയുക, വിടവൊക്കെ ഉള്ളിടത്ത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കാണിച്ച ആ ജെൽ ഐലൈനറിൽ നിന്നും ബ്രൗൺ കളർ ആണ് എടുത്ത് ചെയ്യുന്നത്. ഇനി ഞാനിവിടെ ലാക്മേ 95 പ്രൈമർ വിത്ത് ലിപ്പ് കളർ എടുത്തിട്ട് ജസ്റ്റ് ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നല്ലൊരു ഷെയ്ഡാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് MR11 ബെറി ബേസ് എന്നാണ്. അപ്പം മീഡിയം സ്കിൻ ടോണിന് നല്ലൊരു ഷെയ്ഡാണിത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാനിവിടെ ഔട്ട്ഫിറ്റായിട്ട് സാരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് സാരിയാണ്. അപ്പോൾ എനിക്കൊന്ന് ജയലക്ഷ്മി എന്നാണ് തോന്നി ഞാൻ മേടിച്ചത്. പിന്നെ ഈ നെക്ലസും ഈ കമ്മലും വന്നിട്ട് ഞാൻ സെറ്റായിട്ട് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കണം. പിന്നെന്താ, അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.